സ്വൈര്യവിഹാരം നടത്തുകയാണ്. ഇത്ര കണ്ട തെളിവുകൾ പുറത്തു വന്നിട്ടും, ഒരു ജനപ്രതിനിധിക്ക് മേൽ ഇത്ര കണ്ട തെളിവുകളും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടും സ്വൈര്യവിഹാരം നടത്തുകയാണ്. സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിന് ഇറങ്ങുകയാണ്. അങ്ങനെ നടക്കുന്ന ഒരാൾ ഉത്തരം പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ ശബ്ദ സന്ദേശങ്ങളിൽ മേൽ. ഇപ്പോഴിതാ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. വിവരങ്ങൾ അഖില, അതുതന്നെയാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ശബ്ദരേഖകളെല്ലാം തന്നെ നേരത്തെ വന്നതാണ്. പക്ഷേ അതിലൊരു നിർണായക ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഒന്ന്, ഗർഭധാരണത്തിന് പ്രേരിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാട്സപ്പ് ചാറ്റും, മറ്റൊന്ന് അതിനുശേഷം ഗർഭിണിയായ ശേഷം ആ പെൺകുട്ടിയോട് വളരെ മോശമായി സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖയുമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അഖില പറഞ്ഞതുപോലെ തന്നെ ഒരു ജനപ്രതിനിധി പാലിക്കേണ്ട ഒരു മിനിമം മര്യാദ എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ എടുത്തു പറയുന്നത്. അവരെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തെങ്കിൽ പോലും ഇപ്പോഴും അവരുടെ ഗ്രൂപ്പിസത്തിന്റെ ഒക്കെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കാണാം അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ പാലക്കാട് പ്രവർത്തിക്കുന്നതും എല്ലാ സ്ഥലങ്ങളിലും വളരെ സജീവമായി നിൽക്കുകയും ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകർ പല സ്ഥലങ്ങളിൽ വെച്ചും ഈ ശബ്ദരേഖ, അതായത് നേരത്തെ പുറത്തു വന്ന ശബ്ദരേഖകൾ തൻ്റേതാണോ എന്ന് ചോദിച്ചപ്പോൾ പോലും അതിനൊരു കൃത്യമായൊരു മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പറഞ്ഞതുപോലെ ഹൂ കെയേഴ്സ് എന്ന തരത്തിൽ, അതായത് ആരാണ് ഇതിനൊക്കെ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇതിനൊക്കെ നോക്കുന്നത് എന്ന തരത്തിൽ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് പോകുന്ന തരത്തിൽ അതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ ഇത്തരമൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ആരോപണങ്ങൾ നേരിട്ട നിരവധി നേതാക്കന്മാരുണ്ട്. പക്ഷേ അവരെല്ലാം തന്നെ ഒന്നെങ്കിൽ അവരുടെ ഭാഗം അവർക്ക് പറയാൻ അവർക്ക് ശ്രമിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിൽ അങ്ങനെ ഒന്നും തന്നെ ആ ഒരു തൻ്റെ ഒരു ഭാഗം പോലും പറയാതെ അതിനെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖ എന്ന് പറയുന്നത് ആ ഗർഭധാരണത്തിന് പ്രേരിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സന്ദേശവും അതോടൊപ്പം തന്നെ അതിനുശേഷം ആ പെൺകുട്ടിയെ അവർക്ക് നേരിടുന്ന അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനെ അസഭ്യം പറഞ്ഞുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് ഈ ശബ്ദരേഖയിലൂടെ കേൾക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഇതിനകത്ത് കൃത്യമായ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇതിന് ഉത്തരം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകേണ്ടതാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. കൂടുതൽ ആളുകൾ, അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനകത്തെ ഒരു ഗ്രൂപ്പ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം പൂർണ്ണമായും നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിൻ്റെ അവരുടെ എല്ലാ പരിപാടികളിലും എല്ലാ ഉത്തരവാദിത്തമുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് നടപടി എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. കോൺഗ്രസിനകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ അതൃപ്തി ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ തൻ്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടില്ല. അത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ ശബ്ദരേഖ അല്ലെങ്കിൽ ഒരു വിശദീകരണം രാഹുൽ നൽകിയിട്ടില്ല, ഒരു ഘട്ടത്തിലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ ശബ്ദരേഖ വളരെ നിർണായകമാണ്. ഇതിനകത്ത് വളരെ കൃത്യമായി തന്നെ രാഹുൽ പറയുന്നുണ്ട്.